ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സാറാസ് ഐഡിയാസ്. അപ്പോൾ നമ്മൾ ആരി വർക്കിലെ ഫസ്റ്റ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്, ചെയിൻ സ്റ്റിച്ച്. ഞാൻ ഫസ്റ്റ് സ്റ്റിച്ചായിട്ട് ചെയ്യുന്നത് ചെയിൻ സ്റ്റിച്ച് തന്നെയാണ്. കാരണം ആരി വർക്കിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിച്ചാണ് ചെയിൻ സ്റ്റിച്ച്. നമ്മൾ എല്ലാ വർക്കുകളും ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് സ്റ്റിച്ചുകളും ചെയിൻ സ്റ്റിച്ചിൽ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ സർദോസി ആണെങ്കിലും ബീഡ് വർക്ക് ആണെങ്കിലും അങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്തെടുക്കുന്നത് നമ്മൾ ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റിച്ച് പഠിച്ചെടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ ഇതുപോലെ ത്രെഡ് എടുത്തിട്ടുണ്ട്, പിന്നെ നീഡിൽ എടുത്തിട്ടുണ്ട്. നീഡിൽ നമ്പർ 40 ആണ് എടുത്തേക്കുന്നത്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ 40 24 ഒക്കെ എടുക്കാം. അത് നന്നായിരിക്കും. നമ്മുടെ വർക്ക് കുറച്ചും കൂടെ ഈസി ആക്കാൻ ഈ 2 നീഡിൽസ് നല്ലതാണ്. ഇതുപോലെ ഒരു കേസിലിട്ട് വെച്ചാൽ അത്രയും നല്ലതാണ്. പിന്നെ നമ്മുടെ ഫ്രെയിം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ബ്ലാക്ക് കളർ പോപ്പിംഗ് ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. കാരണം ചെയ്ത് കാണിക്കാൻ ഏറ്റവും കുറച്ചും കൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു കളറായതുകൊണ്ട് ഇതിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഫ്രെയിമിൽ നന്നായിട്ട് ക്ലോത്ത് സെറ്റ് ചെയ്യണം. ഒരു ചുളുക്ക് പോലും കാണരുത്. നല്ല ടൈറ്റാക്കി ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കണം. അതായത് ഇങ്ങനെ തട്ടുമ്പോൾ ഇതുപോലെ സൗണ്ട് കേൾക്കണം. അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പം ഇതിങ്ങനെ കുഴിഞ്ഞു പോയിട്ട് അപ്പോൾ വൃത്തിയായിട്ട് തോന്നില്ല. ഇത് ഊരിയെടുക്കുമ്പോഴായിരിക്കും എല്ലാം ഇങ്ങനെ പിടിച്ച് കൂടിയിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ ഒരു സ്കെയിൽ എടുത്തിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അപ്പോൾ ഈ ലൈനിലൂടെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ത്രെഡ് എടുത്തിട്ട് ഇങ്ങനെ ഒരു കെട്ടിട്ട് കൊടുക്കണം. കാണാവോ? ഇതുപോലൊരു കെട്ടിട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ നടുവിരലിൽ ഇങ്ങനെ ഈ ത്രെഡ് എടുത്ത് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ചൂണ്ടുവിരലിൽ ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാം. നടുവിരലിൽ ത്രെഡ് വെച്ചു നമ്മുടെ തള്ളവിരൽ കൊണ്ട് അത് പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഈ ചൂണ്ടുവിരലിൽ ഇങ്ങനെ കോർത്തെടുത്തിട്ട് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് നമ്മുടെ നീഡിലെടുത്തു. ഇതിലല്ല ഈ ഫസ്റ്റ് വെച്ചേക്കുന്ന ഈ ത്രെഡിലല്ല കുത്തുന്നത്, സെക്കൻഡ് ത്രെഡിൽ കുത്തുക. എന്നിട്ട് ഫസ്റ്റ് പിടിച്ചാൽ അത് വിട്ടു കൊടുക്കുക, വലിച്ചെടുക്കുക. ഓക്കെ, ഒന്നുകൂടി കാണിച്ചു തരാം. ഈ വിരലിൽ വെച്ചു, നടുവിരൽ വെച്ചു, നമ്മുടെ തള്ളവിരൽ കൊണ്ട് പ്രസ് ചെയ്ത് പിടിച്ചു, ഇങ്ങനെ വെച്ചു, ചൂണ്ടുവിരലിൽ ഇങ്ങനെ വെച്ചു, പ്രസ് ചെയ്തു. എന്നിട്ട് ഈ ചൂണ്ടുവിരലിലെ ഈ ത്രെഡ് വലിക്കുക, മറ്റേത് വിട്ടു കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുക, പൊക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ക്ലോത്തിൽ ചെയ്ത് നോക്കാം. ക്ലോത്ത് എടുത്ത് നൂല് ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വയ്ക്കുക. ഒന്നുകൂടി കാണിച്ചു തരാം. കയ്യിൽ വെച്ചു ഇങ്ങനെ വെക്കുക. എന്നിട്ട് അടിയിൽ പിടിക്കുക, ലൈൻ്റെ അവിടെ പിടിക്കുക. എന്നിട്ട് നീഡിലിൻ്റെ ഈ ഹുക്ക് കണ്ടോ, ഹുക്ക് ഫ്രണ്ടിലോട്ടായിരിക്കണം. ഹുക്ക് ഫ്രണ്ടിലോട്ടിങ്ങനെ വെച്ച് കുത്തുക. അത് വിട്ടു കൊടുക്കുക, വലിച്ചെടുത്തു. ഇങ്ങനെ വലിച്ചെടുക്കുക. കുറച്ചും കൂടി സൂം ചെയ്ത് കാണിച്ചു തരാം. വലിച്ചെടുക്കുക. എന്നിട്ട് ഈ നീഡിൽ ഇതുപോലെ തൊട്ടടുത്ത് തന്നെ കുത്തുക. കുത്തിയിട്ട് അപ്പുറഭാഗം കാണിച്ചു തരാം. കുത്തുമ്പം കണ്ടോ ഇങ്ങനെ വരും. അപ്പം നീഡിലിൻ്റെ ഹുക്ക് എപ്പോഴും ഫ്രണ്ടിലോട്ട് തന്നെ ആയിരിക്കണം. എന്നിട്ട് ഇതിലിങ്ങനെ കോർക്കുക. എന്നിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം, വിട്ടുപോയി. കോർത്തിട്ട് ഇപ്പുറഭാഗത്ത് പിടിക്കുക. വലിച്ചെടുക്കുക.
ഇനി നെക്സ്റ്റ് നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് വലിയ ചെയിൻ സ്റ്റിച്ചുകൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. നെക്സ്റ്റ് കുത്തുക, നെക്സ്റ്റ് കുത്തുക, ചുറ്റുക, ഇങ്ങനെ തിരിച്ചെടുക്കണം. നീഡിൽ തിരിച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് തിരിക്കണം. ഓക്കെ, ഒന്നുകൂടി കുത്തുക, നൂലതിൽ ചുറ്റുക, ഒറ്റ വട്ടം ചുറ്റിയാൽ മതി. എന്നിട്ട് നീഡിൽ ഇച്ചിരി പൊക്കുക, എന്നിട്ട് ഇങ്ങനെ തിരിക്കുക, ഇങ്ങോട്ടെടുക്കുക, പിന്നെയും കുത്തുക, നീഡിൽ നൂല് ചുറ്റുക, പൊക്കുക, തിരിക്കുക, എടുക്കുക, പിന്നെയും എടുക്കുക, കുത്തുക, എനിക്ക് തന്നെ കറക്റ്റായിട്ട് കാണുന്നില്ല, വെട്ടം അടിക്കുന്നുണ്ട്. കുത്തുക, ഇപ്പോൾ കുറച്ചും കൂടി കറക്റ്റായിട്ട് ക്ലിയറായിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. കാണിച്ചു തരാം. നീഡിലെടുത്തു, ഇതിൽ കോർത്ത് കുത്തിക്കൊടുത്ത്, എന്നിട്ട് താഴത്തെ ത്രെഡ് ഇതിലേക്ക് കയറ്റി വെച്ചു, എടുത്തു, തിരിച്ചു. ഫസ്റ്റ് നീഡിൽ ത്രെഡ് ഇങ്ങനെ കോർത്ത് കൊടുക്കുക, താഴോട്ട് കുത്തുക, എന്നിട്ട് മറ്റേ താഴത്തെ ത്രെഡ് എടുത്ത് കോർത്ത് കൊടുക്കുക, തിരിക്കുക, വലിച്ചെടുക്കുക. ഒന്നുകൂടി കാണിച്ചു തരാം. കുത്തുക, കുത്തി കോർക്കുന്ന കാണിച്ചു തരാം. ഇത് സൂചിയിൽ കറക്റ്റായിട്ട് എടുക്കുക, കോർക്കുക, തിരിക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുള്ളവർ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി. കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തരാം. പേഴ്സണലി മെസ്സേജ് അയല്ല, അല്ലെങ്കിൽ കമൻ്റായിട്ട് ഇട്ടാലും മതി. കുത്തുക, ഇതുപോലെ തിരിക്കുക, എടുക്കുക, ത്രെഡിങ്ങനെ വലിച്ചെടുത്തിട്ട് നീഡിൽ ഫ്രണ്ടിലോട്ട് ഹുക്ക് വെക്കുക, കുത്തുക, വലിച്ചെടുക്കുക, തിരിച്ചിട്ട് വേണം വലിച്ചെടുക്കാൻ. കുറച്ച് വലിയ സ്റ്റിച്ചുകളിട്ട് ഫസ്റ്റ് ചെയ്യുക കേട്ടോ. ലോക്ക് ചെയ്യാൻ നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ ഈ ലാസ്റ്റിലത്തെ സ്റ്റിച്ച് കുറച്ച് വലുതായിട്ട് എടുക്കുക, വലിയ ഒരെണ്ണം എടുക്കുക. എന്നിട്ട് തൊട്ടടുത്ത് തന്നെ വേറൊരു ഇതും കൂടെ എടുക്കുക. എന്നിട്ട് രണ്ടും കൂടി ഇങ്ങനെ സെപ്പറേറ്റ് ആക്കുക. അതായത് ഇപ്പം രണ്ട് സെപ്പറേറ്റ് ആക്കി, എന്നിട്ട് നമ്മൾ ഇതുപോലെ കെട്ടിക്കൊടുക്കുക. എൻഡ് നോട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഈസി. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് കട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച്
കിട്ടിയിട്ടുണ്ട്, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.